PM ശ്രീയിൽ വീണ്ടും രാഷ്ട്രീയ പോര് കനക്കുകയാണ്. പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് UDF നിലപാട് വ്യക്തമാക്കുമ്പോൾ എന്ത് വില കൊടുത്തും എതിർക്കാനാണ് LDFന്റെ തീരുമാനം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഉടക്കി നിൽക്കുന്ന CPIക്കും CPMനും PM ശ്രീ രാഷ്ട്രീയ ഐക്യപ്പെടലിനും വേദി കൂടിയാവുകയാണ്. PM ശ്രീ പദ്ധതിയിലെ CPI എതിർപ്പിനെ CPM ഇങ്ങനെ അവഗണിച്ചതോടെയാണ് ഇടതു രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞത്. അപമാനിതരായെന്ന് ബോധ്യപ്പെട്ടതോടെ CPIയും നിലപാട് കടുപ്പിച്ചു. എന്താ സത്യം എന്താണ് എന്താ സംഭവിക്കുന്നത്? ഒരാൾ ഉത്തരം പറഞ്ഞില്ല. അതെന്ത് ഗവൺമെന്റാണ്? അതല്ല LDF, അതാകരുത് LDF. ഈ ശൈലി മാറിയേ തീരൂ. CPIക്ക് രാഷ്ട്രീയ നിലനിൽപ്പിന് നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. സമവായത്തിലൂടെ CPIയെ ഒപ്പം കൂട്ടുകയല്ലാതെ CPMനും. ഒടുവിൽ പദ്ധതിയിൽ നിന്നും പിണറായി സർക്കാർ പിന്നോട്ടു പോയി. കരാർ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിച്ചു. എന്നാൽ UDF സർക്കാർ പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചതോടെ ചെങ്കൊടിക്ക് കീഴിൽ ഒന്നിക്കാനും സമരശക്തി വെളിപ്പെടുത്താനുമാണ് LDF തീരുമാനം. PMCയോട് മുന്നോട്ട് പോകാൻ കഴിയില്ല ഗവൺമെന്റിന്. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വിദ്യാഭ്യാസ പ്രേമികളെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു വലിയ ജനാധിപത്യ മുന്നേറ്റമുള്ള ഈ നാട്ടിൽ. അതിനു മുൻപിൽ സതീശൻ ഗവൺമെന്റിന് UDF ഗവൺമെന്റിന് മുട്ടുകുത്തേണ്ടി വരുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി പോരടിക്കുന്ന CPIക്കും CPMനും PM ശ്രീ സർക്കാരിനെ അടിക്കാൻ വീണുകിട്ടിയ വടിയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ CPMകാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കോൺഗ്രസും ലീഗും എടുത്ത നിലപാടുകളാണ് ഇപ്പോൾ LDFന് രാഷ്ട്രീയ ആയുധം. എന്നാൽ പദ്ധതിയും വിവാദവും തുടങ്ങിയവരെന്ന പഴി മായ്ക്കാനായിട്ടുമില്ല. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.